അതെ, ഇത് സാധാരണ പണ്ടൊക്കെ സിനിമകളിലെ ഒരു പതിവ് തമാശയാണ് ഈ മദ്യമേ വിഷമേ വിഷമദ്യമേ എന്നൊക്കെ പറഞ്ഞ് മദ്യവിരുദ്ധ പ്രവർത്തകരായിട്ട് ഒക്കെ നടന്നിട്ട് അവസാനം പതുക്കെ ഈ സമരം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് ഷാപ്പിൽ കയറി 2 കുപ്പി കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന ചിലരെ കാണിച്ചിട്ടുണ്ട്. ആ മട്ടിലാണ് ഈ പറയുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പെരുമ്പാവൂർ സ്വദേശിയുമായ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് കിട്ടുന്നില്ല, എന്തായാലും അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ്റെ ഈ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുമാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ, ഇപ്പോൾ പോകുന്ന വഴിക്ക് എത്ര പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, അവരുടെയൊക്കെ കാര്യം വിശേഷം അന്വേഷിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ എന്ന് എല്ലാ നേതാക്കന്മാരും എല്ലാ ഘട്ടത്തിലും ഇത്തരം ചില ആളുകൾ ആരോപണ വിധേയരാകുമ്പോൾ അതിന് ഒരു പ്രതിരോധം തീർക്കാറുണ്ട്. വി ഡി സതീശൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇപ്പോൾ നേതാക്കന്മാരല്ല പല ആളുകളും ഈ സിനിമാക്കാരുടെയൊക്കെ കൂടെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് ആരാണെന്ന് അറിഞ്ഞിട്ടാണോ ഫോട്ടോ എടുക്കുന്നത്? പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ഇപ്പം ഞാൻ തന്നെ നോക്കി, ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ സംശയിച്ചു. കാരണം ഇത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ അല്ല 2 ഫോട്ടോ അല്ല, ഞാൻ നോക്കുമ്പോൾ ഒരു 5 ഫോട്ടോ ഞാൻ തന്നെ വിഷ്വൽസ് ഉണ്ട്. അതെ, വിഷ്വൽസ് ഉണ്ട്. അല്ല, അതായത് പല ഘട്ടങ്ങളിലായി കണ്ടതാണ്, ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടതല്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഇതൊന്നും വി ഡി സതീശൻ അറിഞ്ഞിട്ടല്ല ഇയാൾ MDMA കച്ചവടം നടത്തുന്നത്. പക്ഷേ ഞാൻ വി ഡി സതീശൻ്റെ ആളാണ് എന്നുള്ള ധാരണ പരത്താനും അതിൻ്റെ ബലത്തിലും ഇയാൾക്ക് ഈ കാര്യങ്ങൾ നടത്താൻ, MDMA കച്ചവടം നടത്താൻ കഴിയുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനാണ് അയാളത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതെന്താണ്, ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരിപാടി നടന്നിട്ടുള്ള സ്ഥലം ഇതാണ്, പെരുമ്പാവൂരാണ്. അതിനകത്ത് തന്നെ ചില വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം വല്ലാതെ ഈ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാം മൊത്തം ഏതാണ്ട് MDMA-കാരാണെന്നുള്ള മട്ടിലാണ് അത്രയും വലിയ പരിപാടി പ്രത്യേകിച്ച് അവിടെ കേന്ദ്രീകരിച്ച് നടത്തുന്നതിലൂടെ ഉണ്ടായത് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നു. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ എന്നത് വലിയ സൽപ്പേര് കിട്ടിയ, ഈ UDF സർക്കാരിന് സൽപ്പേര് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. നമ്മൾ 1-2 തവണ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വലിയ പോസിറ്റീവായിട്ടുള്ള വലിയ അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ ആദ്യം കെ സുധാകരൻ ഇടപെട്ടു. ഇതിപ്പോൾ ഈ കോൺഗ്രസ് നേതാവും ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ ഞങ്ങളുടെ കൂടെയുള്ളയാളല്ല, അയാൾ കോൺഗ്രസ് നേതാവല്ല എന്നൊക്കെ പറഞ്ഞൊഴിയാനൊക്കെ ശ്രമിച്ചാലും വസ്തുതയായി തന്നെ അവിടെ നിലനിൽക്കും. അയാൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാരവാഹിയായിരുന്നു, ഒരിടത്ത് ക്യാപ്റ്റനായിരുന്നു അതിൻ്റെ ജാഥയുടെ. അപ്പോൾ ഇങ്ങനെയെല്ലാം വളരെ സജീവമായി ആക്റ്റീവായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഈ പറഞ്ഞ KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്നയാൾ. അപ്പോൾ അത് വെറുതെ അങ്ങനെ കൈകഴുകി പോകാൻ പറ്റില്ല. ഇതിൻ്റെ അതായത് അതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്വത്തോടെയുള്ള വിശദീകരണമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KU ജനീഷ് കുമാറിൻ്റെ അങ്ങനെ ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ, മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ല OJ ജനീഷിൻ്റെ, മാറിപ്പോയി പേര്, ഇവരുടെ പേര് എപ്പോഴും എനിക്ക് മാറിപ്പോയി, OJ ജനീഷിൻ്റെ പ്രതികരണം കണ്ടു. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പെട്ടെന്ന് ഒഴിയുകയാണ്, അതായത് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത് അദ്ദേഹം. പക്ഷേ അങ്ങനെ പോരാ. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംഘടനയ്ക്കുള്ളിൽ അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പുറത്താക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കുകയും വേണം. ആദ്യമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ MDMA-യുമായി അല്ലെങ്കിൽ മയക്കുമരുന്നുമായി പിടികൂടുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെയാണ്, അയാളുടെ പേരാണ് ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഓപ്പറേഷൻ തൂഫാനിൽ തന്നെ CPM-കാർ പിടിയിലായിട്ടുണ്ട്, RSS-കാർ, അതായത് മറ്റേ BJP-കാർ പിടിയിലായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള പ്രത്യേകത അദ്ദേഹം വി ഡി സതീശനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ഒരാൾ എന്നതുകൊണ്ട് കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ഒരുപക്ഷെ ഇയാൾ മനഃപൂർവ്വമായിരിക്കാം ഇത്രയധികം ഫോട്ടോകളും ദൃശ്യങ്ങളുമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. എങ്കിൽ കൂടി ഇതിൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ കളഞ്ഞു കുളിക്കുന്ന ഇടപാട് കൂടിയാണ്. ഇതിനകത്ത് കുഴപ്പം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഒരാരോപണം ഇതിനകത്ത് സമാന്തരമായി ഉയർന്നു വന്ന് കണ്ടു. അതായത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയൊക്കെ വരുമ്പോൾ അത് മുക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ എന്നുള്ളത് കൂടുതൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിശദീകരിക്കേണ്ടതാണ്. കാരണം ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ്. ഇത് ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പലരുടെയും, ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ നമ്മളുടെ പോസ്റ്റ് തന്നെ മുങ്ങിയിട്ടുണ്ട്. അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ വാർത്ത വരുമ്പോൾ ആ വാർത്ത മെറ്റ മുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വി ഡി സതീശൻ്റെ വാർത്ത മുക്കുന്നുണ്ട്, വിജയിയുടെ വാർത്തയും മുക്കുന്നുണ്ട്.
അതിൻ്റെ ഓപ്പറേഷൻ എവിടെയാണെന്നറിയില്ല. പക്ഷേ അസ്വാഭാവികമായ ഒരു ഓപ്പറേഷൻ നടക്കുന്നു. മെറ്റ എനിക്ക് തോന്നുന്നു ഈ മാപ്പ് പറച്ചിലിനൊക്കെ ശേഷം മെറ്റയുടെ പ്രവർത്തനം ഒരു പുതിയ രൂപത്തിൽ പരുവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. അതിലൊരുപക്ഷെ എങ്ങനെയോ വി ഡി സതീശനും കൂടെ കുടുങ്ങിയതായിരിക്കാം. എന്തായാലും വി ഡി സതീശനെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ലത്തീൻ സഭ ബിഷപ്പ് പറഞ്ഞ വാർത്തയും മെറ്റ മുക്കി. ആ വാർത്ത നമ്മൾ കൊടുത്തതാണ്. അത് മുക്കി. അത് സതീശന്റെ തല കണ്ടാൽ അത് മെറ്റ മുക്കുന്നു എന്നുള്ള തരത്തിലേക്ക് മെറ്റയുടെ ആ ഊർജ്ജസ്വലത, ആ സജീവത നമുക്ക് വളരെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഇനി ഇവർ തന്നെയാണ് വിശദീകരിച്ചു തരേണ്ടത്. ഒരുപക്ഷെ വി ഡി സതീശൻ്റെ ഓഫീസും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അന്നത്തെ മാപ്പ് പറച്ചിലിന് ശേഷമുള്ള കാര്യമാണോ, ആ ഒരു സാഹചര്യമാണോ എന്ന് മെറ്റയും ഒക്കെയാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് പിടികൂടുന്ന, ഏറ്റവും കൂടുതലല്ല, ഏറ്റവും കേസുകൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. അതായത് അത് കേരളം വളരെ ഊർജ്ജസ്വലമായി ഉണർന്ന് ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. അതിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങുന്നതിന് മുമ്പും കേരളം തന്നെയായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിന് ശേഷം ഒരു ജാഗ്രത ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന് എവിടെയെങ്കിലും മയക്കുമരുന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആളുകൾ തന്നെ അറിയിക്കുന്ന സാഹചര്യമുണ്ട്. അവരെ പിടികൂടുന്നുണ്ട്. പോലീസ് വളരെ പ്രൊആക്റ്റീവായി ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ഗുണ്ട യോഗം വിളിച്ചു ചേർത്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ജനശ്രദ്ധ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം വേദികൾ പ്രയോജനപ്പെടുത്താൻ സാധാരണ ശ്രമിക്കുക ഇതുപോലുള്ള കക്ഷികളൊക്കെ തന്നെയാണ്. കാരണം ഈ അവരെ സംബന്ധിച്ച് ഈ ആൾക്കൂട്ടമാണ് ഏറ്റവും വലിയ ക്രൈം നടത്തുന്നതിന് ഏറ്റവും മികച്ച സ്ഥലം, ഏറ്റവും ഒളിവിൽ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മികച്ച സ്ഥലം എന്ന് പറയാറുണ്ടല്ലോ. ആ പറഞ്ഞതുപോലെ ഈ ഗുണ്ടകളെല്ലാം ഒത്തുചേർന്ന് കൊച്ചിയിൽ ഒത്തുചേർന്ന് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയും യോഗമൊക്കെ സംഘടിപ്പിച്ച് ഒരു ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ പറഞ്ഞ ഇയാളും ഈ മുഹമ്മദും അവിടെ യാഥയിലൊക്കെ പങ്കെടുത്തു. ഇയാൾ ഈ ഓപ്പറേഷൻ തൂഫാന് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു. ഈ ഹോൾസെയിൽ ഡീലറാണ് അത്രേ. അതായത് 100 ഗ്രാമിൽ കുറച്ച് കൊടുക്കില്ല. അതായത് ആർക്കെങ്കിലും, അതായത് ബാംഗ്ലൂരിൽ പോയിട്ട് ഇത് എടുത്തുകൊണ്ട് വരുന്നു. ഓരോ സ്റ്റോപ്പിലും, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വഴി തൃശ്ശൂരായാലും അതുപോലെ കോഴിക്കോടായാലും മലപ്പുറത്തായാലും ഒക്കെ ഓരോ പോയിന്റുകളിലും 100 ഗ്രാം വെച്ച് കൊടുത്തു വരുന്ന വളരെ, അതായത് ഈ സാധാരണ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചൊക്കെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അത് വൻകിടക്കാരെ പിടികൂടുന്നില്ല. ഈ എല്ലാം ഇതിപ്പോൾ ഒരു തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളവരെയൊക്കെയാണ് പിടികൂടുന്നത്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഒറ്റത്തവണ പിടികൂടുന്നവരുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വിടുന്നു, അവരെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഉണ്ടായിരുന്ന ആരോപണം. ഇപ്പോൾ ഏതായാലും തരക്കേടില്ലാത്ത ഒരു മൊത്ത വിതരണക്കാരനെ പിടികൂടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനിക്കാവുന്നതാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇവർ വിശദീകരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഈ പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ കുറേ കൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കാലത്ത് യൂത്ത് കോൺഗ്രസിൽ വന്നു ചേർന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് ഇയാൾ സജീവ പ്രവർത്തകനായിരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരിക്കുകയും പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്തരക്കാരോട് ഒരു ജാഗ്രത പുലർത്തുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഏൽപ്പിക്കുന്ന ആളുകൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പരിശോധിക്കുകയും അവരെ സൂക്ഷ്മമായി നിരീക്ഷണത്തിന് വിധേയമാക്കുകയും വേണം. പ്രത്യേകിച്ച് കാരണം ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾക്കൊക്കെ അത് സാധ്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അത് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്.